ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇതാ വീണ്ടും ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. 2-3 ഷോർട്സിൻ്റെ വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ ടേബിളിൻ്റെ അവസ്ഥയാണ് കേട്ടോ ഈ കാണുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. പിന്നെ കൂടെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ഈ ഒരു ഡിസ്ട്രിക്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഞാനിത് ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം മുന്നേ. ഒരു A4 പേപ്പർ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ ആ ഡിസ്ട്രിക്ട്. സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഒന്ന് ചെക്കൗട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ ഈ ഒരു ഓർഗനൈസർ നമുക്ക് ഫസ്റ്റ് റെഡിയാക്കാം. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച കുറച്ച് ക്ലേ വെച്ചിട്ടുള്ള ഐറ്റംസൊക്കെ ആയിരുന്നു വെച്ചിട്ടുണ്ടായത്. അപ്പോൾ അതൊക്കെ ഒന്ന് ശരിക്കൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഞാൻ ഷോർട്സ് നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളൊന്ന് ചെക്കൗട്ട് ചെയ്യുക, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ഐറ്റംസ് എല്ലാം ഒന്നും കൂടി ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാൻ ഞാൻ ചെയ്യുന്നത്. പിന്നെ ഇതാ ഈ ഒരു ക്യൂട്ടായിട്ടുള്ള മഷ്റൂം കീച്ചേനും കൂടി ഞാൻ ഇതിൽ വെക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെയും ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു ബാസ്ക്കറ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ബാസ്ക്കറ്റ് എടുക്കാം. ഇതിൽ ഞാൻ വെച്ചിട്ടുള്ളത് നമ്മൾ സെല്ലോ ടേപ്പ്, ടിഷ്യൂ ടേപ്പ്, ഡബിൾ ടേപ്പ്, പിന്നെ ഗ്ലൂ, അങ്ങനത്തെ ഐറ്റംസൊക്കെ ആണ്. അപ്പം അതിലും മൊത്തം എന്തെല്ലോ പ്ലാസ്റ്റിക് കവറും അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഈ ടാപ്പ് മാത്രമായിട്ട് ഇതിനുള്ളിലൊന്ന് ഒതുക്കി വെക്കാം. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ബാസ്ക്കറ്റാണ്. ഇതിൽ ഞാൻ എയർ ഡ്രൈ ക്ലേ ആയിരുന്നു വെച്ചിട്ടുണ്ടായത്. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ അതിൽ തന്നെ വെച്ചിട്ടായിരുന്നു ഉണ്ടായത്. അപ്പോൾ അതും ഒന്ന് തട്ടിയിട്ട് ഫുള്ള് നീറ്റായിട്ട് നമുക്ക് എടുത്ത് വെക്കാം. പിന്നെ നമ്മുടെ ഒരു വീഡിയോൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ ഒരു കുട്ടി വന്നിട്ട് എൻ്റെ പേര് വെച്ചിട്ട് എന്തെങ്കിലും ഒരു ക്രാഫ്റ്റ് ചെയ്യുമോ ചോദിച്ചിട്ട് ഞാനൊരു നെയിം ആർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ നെയിം ആർട്ടിൻ്റെ താഴെ ഒരുപാട് കമൻറ്റ്സ് വന്നിരുന്നു കേട്ടോ, അവർ പേര് വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സത്യം പറഞ്ഞാൽ ആ ഒരു ആർട്ട് ചെയ്ത ടൈമിൽ എനിക്ക് ഇത്രയും കമൻറ്റ്സും ഇത്രയും ആൾക്കാർ അവരെ പേര് വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി റിക്വസ്റ്റ് വരുന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടേ ഉണ്ടായില്ല. ഒരുപാട് പേര് അതിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എല്ലാവരെയും കമൻറ്റ് വായിക്കുന്നുണ്ട് കേട്ടോ. മാക്സിമം ഞാൻ എല്ലാവർക്കും റിപ്ലൈയും കൊടുക്കുന്നുണ്ട്. പിന്നെ റിപ്ലൈ വിട്ടുപോയവരുണ്ടെങ്കിൽ ഞാൻ മനഃപൂർവ്വം റിപ്ലൈ തരാണ്ടിരിക്കുന്നതല്ല, ചിലപ്പോൾ അത് വിട്ടുപോകുന്നതായിരിക്കാം. അപ്പോൾ നിങ്ങൾ ആരും വിഷമിക്കണ്ട കേട്ടോ. നിങ്ങളെല്ലാവരെയും നെയിം വെച്ചിട്ട് ഞാനത് ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു ചെറിയ ഡയറി കണ്ടോ, ഈ ഡയറിയിൽ എനിക്ക് വന്ന കമൻസിലെ പേരൊക്കെ ഞാൻ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിന് ശേഷം ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് വരെയുള്ള ആൾക്കാരതാണ് ഞാൻ ഈ ബുക്കിൽ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരെയും നെയിം ഞാൻ ചെയ്യുന്നതായിരിക്കും. എടുത്തു പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ വീഡിയോസിൻ്റെ താഴെ വന്നിട്ടും അവർ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആരതും കാണാണ്ടിരിക്കുന്നതല്ല കേട്ടോ. എല്ലാം നമ്മൾ ചെയ്യുന്നതായിരിക്കും. നമുക്ക് ഒരു ദിവസം തന്നെ എല്ലാവരതും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ സാവകാശം നമുക്ക് എല്ലാവരുടെ പേര് വെച്ചിട്ടും നെയിമായിട്ട് ചെയ്യാം. ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നതാണ്, നമ്മളെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെയല്ലേ കാണുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഒരു ഗിവ് അവേ നടക്കുന്നുണ്ട്. 2K സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ ഞാൻ ഈ ഗിവ് അവേ കണ്ടക്ട് ചെയ്തത്. അപ്പോൾ ചെറിയ ചാനലായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിൻ ചെയ്യാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പോൾ എന്തായാലും ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നോക്കുക. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ മുകളിൽ കൊടുക്കാം കേട്ടോ. അത്ര വലിയ റൂൾസും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ചെറിയ ഗിവ് അവേ ആണ്. 3 വിന്നേഴ്സിനാണ് നമ്മൾ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നവംബർ 10 വരെയാണ് കേട്ടോ ഗിവ് അവേൻ്റെ ടൈം. 12-ാം തീയതി നമ്മളെ അനൗൺസ് ചെയ്യും ആരാ വിന്നർ എന്നുള്ളത്. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ ഒരു ഗിവ് അവേ കണ്ടക്ട് ചെയ്യുന്നത്. ആദ്യം ഞാൻ 1K സബ്സ്ക്രൈബേഴ്സ് ആയ ടൈമിൽ ഒരു ടോപ്പ് കമൻറ്റർക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഗിഫ്റ്റൊക്കെ വാങ്ങി നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരെന്നെ കോൺടാക്ട് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ആ ഒരു ഗിഫ്റ്റ് ഞാൻ ഈ പ്രാവശ്യം ഗിവ് അവേയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഈ ഒരു ഗിവ് അവേ നടത്താൻ വേണ്ടി വിചാരിക്കുമ്പോൾ ഇത്രയും കമൻറ്റ്
കമൻസ് ഒന്നും വരുന്ന പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെറിയൊരു ഫാമിലി അല്ലേ, അപ്പോൾ അതിൽ ഇത്രയും ആൾക്കാർ വന്ന് കമൻറ്റ് ചെയ്യുന്നൊന്നും ഞാൻ വിചാരിച്ചതേ ഇല്ല. നമ്മൾ ഷോർട്സിൽ ഏകദേശം ഒരു 500ഓളം കമൻസ് വന്നിട്ടുണ്ട് ഇപ്പോൾ ഓൾറെഡി. നമ്മൾ ആകെ അത്രയേ ആയുള്ളൂ ഗിവ് അവേ അനൗൺസ് ചെയ്തിട്ട്. അപ്പോൾ ഇത്രയും ദിവസത്തിനുള്ളിൽ തന്നെ ഇത്രയൊന്നും കമൻസ് വരുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. പിന്നെ നമ്മളെ ലോങ് വീഡിയോക്ക് അതുപോലെ 250ഓളം കമൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ശരിക്കും എനിക്കിത് അച്ചീവ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ തുടർന്ന് നിങ്ങളെ സപ്പോർട്ട് വേണം കേട്ടോ. നമ്മളിതാ അങ്ങനെ ഒരു 3K ഫാമിലി ആവാറായിട്ടുണ്ട്. ഒരു 150ഓളം സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ 3K ഫാമിലി ആവും. അപ്പോൾ നമുക്ക് തുടർന്നും ഗിവ് അവേ ഒക്കെ വെക്കാം കേട്ടോ. ഏകദേശം ഒരു 5K ഒക്കെ ആകുമ്പോൾ നമുക്ക് നെക്സ്റ്റ് ഗിവ് അവേ വെക്കാം. അന്നേരം നിങ്ങളെ സപ്പോർട്ടൊക്കെ ഉണ്ടാവണം കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ ഗിവ് അവേൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോഴേക്കും നമ്മുടെ ഡെസ്ക് ഇവിടെ ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു റീഅറേഞ്ച്മെൻ്റ് ഒന്നും നടത്തിയിട്ടില്ല. നമ്മൾ ആദ്യമേ ഉണ്ടായ ഐറ്റംസ് എല്ലാം അതുപോലെ തന്നെ വെച്ചിട്ടാണ് എല്ലാം ക്ലീൻ ചെയ്ത് എടുത്തിട്ടുള്ളത്. പിന്നെ നെക്സ്റ്റ് ഒരു ലോങ് വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറഞ്ഞു കേട്ടോ, നമുക്ക് അത് ചെയ്യാം. പിന്നെ ജേർണലിംഗ് സപ്ലൈസ് ഉണ്ടാക്കുമെന്ന് ചോദിച്ചിട്ട് കുറച്ച് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കത് വഴിയേ ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒന്നും മറക്കില്ലല്ലോ. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.